ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ രീതിയിൽ സ്വന്തമായി വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്ത് കതിരൂർ തരുവണത്തെരു UP സ്കൂളിലെ കുട്ടികൾ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് മെഷീൻ തയ്യാറാക്കിയത്. തെരഞ്ഞെടുപ്പിലെ എല്ലാ ക്രമീകരണങ്ങളും സ്കൂളിൽ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. 4 ബൂത്തുകളിലായിട്ടാണ് കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയത്. 900 കുട്ടികൾ രജിസ്റ്ററിൽ ഒപ്പുവെച്ച വിരലിൽ മഷി പുരട്ടിയതിനു ശേഷമാണ് തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 8 വർഷമായി ഇതേ രീതിയിൽ തന്നെയാണ് സ്കൂളിൽ തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. വോട്ടിംഗ് മെഷീൻ വരുന്നതിനു മുൻപ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചും ഇവിടെ കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ IT ക്ലബ്, സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നത്. സ്കൂൾ അധ്യാപകരായ ഹനീഫ അമേരി, അതുൽരാജ് എന്നിവരാണ് വോട്ടിംഗ് യന്ത്രം തയ്യാറാക്കിയത്. K ജസിന, K വിനോദ്, KP വിപിൻലാൽ, A ഷിമി എന്നിവർ നേതൃത്വം നൽകി. സാധാരണ രീതിയിൽ 2 മൊബൈൽ ഫോണിൽ ആൻഡ്രോയിഡ് സംവിധാനം സിസ്റ്റം ഏർപ്പെടുത്തിയാണ് വോട്ടിംഗ് നടന്നതെന്ന് IT കോർഡിനേറ്റർ ഹനീഫ അമേരി പറഞ്ഞു. ഇന്ന് ഇവിടെ നടക്കുന്നത് സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ്. വർഷങ്ങളായിട്ട് ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ നടത്താറുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് എന്നുള്ളത് ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ നല്ല സോഫ്റ്റോണിക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് അതിൽ കുട്ടികളുടെ ചിഹ്നങ്ങളും പേരുകളും കുട്ടികൾക്ക് കണ്ടുകൊണ്ട് ജനാധിപത്യ രൂപത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഏത് രൂപത്തിലാണോ നടത്തുന്നത് അതേ രൂപത്തിൽ തന്നെ കുട്ടികൾക്ക് നടത്തുവാനുള്ള സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ടീച്ചേഴ്സിൻ്റെയും എല്ലാ ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഇലക്ഷൻ ഇന്ന് ഇവിടെ നടക്കുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകളും മാനദണ്ഡങ്ങളും ഈ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചതായി തരുവണത്തെരു സ്കൂൾ പ്രധാനാധ്യാപിക KP റെജീല പറഞ്ഞു. 2024-25 അധ്യയന വർഷത്തെ തരുവണത്തെരു സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 900ഓളം കുട്ടികൾ ഇന്ന് വോട്ടവകാശം വിനിയോഗിക്കുകയാണ്. തികച്ചും സമാധാനപരമായ രീതിയിൽ ജനാധിപത്യ രീതിയിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 2006 വർഷം മുതൽ നമ്മുടെ സ്കൂളിൽ ഇതേ രീതിയിലാണ് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ക്ലാസ്സിനും ഏകദേശം 5 കുട്ടികൾ വീതം മത്സരിക്കുന്നുണ്ട്. ആകെ 29 ഡിവിഷനാണ് ഇവിടെയുള്ളത്. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഇന്ന് വോട്ട് ചെയ്യുന്നത്. സ്കൂൾ ലീഡറെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരഞ്ഞെടുക്കും. ഓരോ ക്ലാസ്സിലെയും 1-2 സ്ഥാനം കിട്ടിയ ക്ലാസ് ലീഡർമാരാണ് സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രതികരണവും ആവേശം തുളുമ്പുന്നതായി. ഇത് നല്ലൊരു അനുഭവമായിരുന്നു. കുട്ടികൾക്കെല്ലാം അവരുടെ ഇഷ്ടത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ പറ്റും. ഓരോ ചിഹ്നങ്ങളും നമുക്ക് ക്ലാസ്സിൽ തന്നെ നേരത്തെ തരുമായിരുന്നു. ഈ വോട്ടിങ്ങിൻ്റെ സാധനം മെഞ്ഞാന്ന് അങ്ങനെ ഒരാഴ്ച മുമ്പേ നമുക്ക് തന്ന് അങ്ങനെ കുട്ടികളെല്ലാം അവരുടെ ഇഷ്ടത്തിന് വോട്ട് ചെയ്യുകയായിരുന്നു. സോഷ്യൽ സയൻസിൻ്റെയും IT-യുടെയും നേതൃത്വത്തിലാണ് ഇത് നടന്നത്. കുട്ടികൾ അച്ചടക്കവും സന്തോഷപ്രകാരവുമാണ് ഈ വോട്ടിംഗ് നടത്തിയത്. ആദ്യം അകത്തേക്ക് പോയിട്ട് എൻ്റെ പേര് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു കൊടുത്തു. പിന്നെ വോട്ടിൻ്റെ വര പറഞ്ഞു തന്നു. ഞാൻ പോയി വോട്ട് ചെയ്തു. പിന്നെ തിരിച്ചു വന്നു. സ്കൂളിൽ നിന്ന് വോട്ട് ചെയ്ത നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ അവിടെ അതിൽ കയറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പേര് ആദ്യം പറയണം. എന്നിട്ട് നമ്മളെ കയ്യിൽ ഒരു മാർക്ക് ഇട്ടുതരും. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയേക്ക് വോട്ട് ചെയ്യാം. നല്ലൊരു രീതി തന്നെയാണ് നമ്മുടെ സ്കൂളിൽ ഈ തുടരുന്നത്. ചിഹ്നങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ 3 മത്സരാർത്ഥികളായിരുന്നു. 3 മത്സരാർത്ഥിക്കും 3 വ്യത്യസ്ത രീതിയിലെ ചിഹ്നങ്ങളായിരുന്നു. എയറോപ്ലെയിന്, ഷിപ്പ്, കാർ എന്നീ വ്യത്യസ്ത ചിഹ്നങ്ങളാണ് ലഭിച്ചിരുന്നത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.